ഇന്ത്യയിൽ 8-8.5 കോടിയുടെ ആൾക്കാരുടെ TDS പിടിക്കുന്നുണ്ട്. 6-6.5 കോടി പേര് മാത്രമേ ടാക്സ് ഫയൽ ചെയ്തുള്ളൂ. 2-2.5 കോടിയുടെ ആൾക്കാർ ടാക്സ് ഫയൽ ചെയ്യാറില്ല, ഈ TDS ക്ലെയിം ചെയ്യാറില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 31 ഡിസംബറാണ് 31 ഡിസംബറാണ് ഡ്യൂ ഡേറ്റ് 25-26 അസസ്മെൻറ്റ് ഇയറിന്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യു ലൂസ് ദ മണി. എത്ര കോടിക്കണക്കിന് ഉൾപ്പെടെയുള്ള ആൾക്കാർ റീഫണ്ട് കിട്ടാത്ത പറയും. അറിഞ്ഞാലല്ലേ ഫയൽ ചെയ്യുക. അതായത് എനിക്ക് ബാങ്കിൽ ഒരു NRO ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൽ ഒരു 50 ലക്ഷം 10 ലക്ഷം, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഡെപ്പോസിറ്റ് ഒക്കെ 50 ലക്ഷം 1 കോടിയൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇതിൽ നിന്ന് വരുന്ന TDS 30% TDS കഴിഞ്ഞ് നെറ്റ് മാത്രമേ നമുക്ക് കിട്ടും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫിൽ ജീവിക്കുന്ന NRIയുടെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് NRO ഡെപ്പോസിറ്റിൽ ഈ ബാങ്കിൽ ക്രെഡിറ്റ് വരുന്ന എമൗണ്ട് 1,75,000 30,000 നമ്മളിതൊന്നും ബോധമില്ല. കാരണം നമ്മൾ ഭയങ്കര റിച്ചാണ്. അതുകൊണ്ട് ഈ വരുന്ന എമൗണ്ടൊക്കെ നമുക്ക് തുച്ഛമായ എമൗണ്ടാണ് ഇൻട്രസ്റ്റ്. ഇതും ക്വാർട്ടർലി ക്രെഡിറ്റ് ആവുക. പക്ഷേ ഈ വരുന്ന ക്രെഡിറ്റ് 30% കഴിഞ്ഞിട്ട് 70% ക്രെഡിറ്റ് ആവുന്ന ഒരുപാട് പേർക്ക് അറിയില്ല. ഈ 30% റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ റീഫണ്ട് കിട്ടത്തുള്ളൂ. അത് ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ റിട്ടേൺ ഫയൽ ചെയ്താൽ ഞാൻ അടുത്ത ആഴ്ച പൈസ കിട്ടൂലേ. ചെറിയൊരു 4,000-5,000 രൂപ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടേണ്ട ഇത്രയും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടണ്ടല്ലേ.